ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പിസ്സയാണ്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ചിക്കൻ പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട പിസ്സയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ്സ ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കണം. ഇളം ചൂടുള്ള വെള്ളം ആണെങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ പിസ്സ ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദപ്പൊടി ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്നതിനേക്കാൾ കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. മാവ് കുഴക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ ഈ ഈസ്റ്റിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. അല്പാൽപമായിട്ട് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ പിസ്സ ഡോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ ഒരല്പം ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പിസ്സ ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം. കാരണം ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കണം. അതുപോലെ ഈ ഡോ നല്ല ഡബിൾ സൈസായിട്ട് വരുന്നത് വരെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ ഒന്ന് കഴിയട്ടെ. നമ്മൾ ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ പിസ്സ ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കട്ടെ. ഇനി നമുക്ക് പിസ്സ സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് ടൊമാറ്റോ,
ഒരു ചെറിയ പീസ് ഒനിയൻ, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, 2 ചെറിയ പീസ് വെളുത്തുള്ളി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ടൊമാറ്റോൻ്റെ പീൽസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് കുക്ക് ചെയ്യാതെയാണ് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ പിസ്സ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ക്യാപ്സിക്കവും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്രീൻ ക്യാപ്സിക്കമാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഈ ടൊമാറ്റോ മിക്സും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിൽ തെളിഞ്ഞ് വരണം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഇവിടെ ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പം നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ പീസസ് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചത്. നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. നമ്മുടെ പിസ്സ സോസും ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ പിസ്സ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ പിസ്സ ഡോ 1 മണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ കുറച്ച് ഓയില് ഇതിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്നും കൂടി പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡോ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ് ഞാനിവിടെ പിസ്സ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം
നമുക്ക് ഈ ഡോ ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഇങ്ങനെ കനത്തിലാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മോസറല്ല ചീസാണ്. ഈ മോസറല്ല ചീസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. കുറേശ്ശെയായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒനിയൻ വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പിസ്സ ട്രേ ഇറക്കി വയ്ക്കാം. ഇത് നന്നായിട്ട് മൂടിയതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നു. നമുക്ക് നമ്മുടെ പിസ്സ എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ പിസ്സ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ ഒരു പിസ്സ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്